ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അത് കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കി വെക്കണം. കാരണം നന്നാവും ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ വെറുതെ നാശാക്കണേക്കാട്ടി നല്ലത് ഇങ്ങനെ ചെയ്യണതാണ്. പിന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിക്ക് തന്നെ ഞാൻ ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഏലക്കായ ഒറ്റയ്ക്ക് പൊടിക്കാനുള്ള മടി കൊണ്ടാണ്. നിങ്ങൾക്ക് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ ബീട്രൂട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഗൈസ്. അതിൻ്റെ പച്ച കളറൊക്കെ കൊണ്ട് പോയി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ, നമ്മൾ ഏലക്കായ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഈ തേങ്ങാപ്പാൽ വറ്റി പകുതിയായി വരണം കേട്ടോ. ഇതിപ്പോൾ ഒരു 2 കപ്പോളം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് വറ്റി വരണം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു 6 സ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചെടുക്കാം. ആ ഒരു ടൈം കൊണ്ട് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ. കുറച്ചും കൂടി ഒന്ന് ആവാണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പ് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല, എനിക്ക് ഉപ്പിടുമ്പോൾ എന്തോ പോലെയാണ്, എനിക്ക് അതിൻ്റെ ഒരു ഇതില്ല. അപ്പോൾ ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇടണം, നല്ലതായിക്കാരം. ചിലവരിടും, എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരണം. ആ ഒരു ടൈമിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ കോൺഫ്ലവറിൻ്റെ, അത് ഒഴിച്ചു കൊടുക്കുക. കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം, കാരണം ഇത് പെട്ടെന്ന് തന്നെ കട്ടൊടിക്കും. അപ്പോൾ സുനിത വില്യംസ് ഇത് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു പരിവായിട്ട് വരുന്നുണ്ട്. ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബദാമും ഉണ്ടല്ലോ അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യട്ടത്. അപ്പോൾ ഇതാണ് സംഭവം ഗൈസ്. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. നെയ്യൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ തന്നെ അതിലുണ്ട്. ഇനി നെയ്യ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കണം, നല്ലതേക്കാരം. ഞാൻ ഒഴിച്ചിട്ടില്ല, അതിൽ ഓവറാണ് അതുകൊണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഇങ്ങനെ ആയപ്പോൾ ഇത് പാത്രത്തിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചു ഗൈസ്. അത് വല്ലാത്തൊരു പൊട്ടത്തരായി പോയി. കാരണം ഫ്രിഡ്ജിക്ക് വെച്ചപ്പോൾ ആ നെയ്യൊക്കെ കണ്ടോ ഒരു വെള്ള കളറായി ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പുറത്തുതന്നെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കണേക്കാരം നല്ലത്. ഒന്നും പറയല്ല ഗൈസ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തുണ്ടെങ്കിലും നിങ്ങളോട് വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ എന്നാണ് പറയില്ല. പക്ഷേ ഇതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. വീട്ടിലുള്ള എല്ലാവരും കഴിച്ചിട്ട് അടിപൊളി എന്നാണ് പറഞ്ഞത്. കാരണം ഞാനും ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യും.